ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഡിയോ BS6 മോഡലാണ്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ BS4 4 നിന്ന് 6 വന്നതിന് ഉണ്ടായ മാറ്റങ്ങൾ, പിന്നെ അതിൻ്റെ പവർ കാര്യങ്ങൾ അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ല് ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതിന് അതൊന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഡിയോ. അപ്പോൾ നമ്മുടെ ഡിയോയ്ക്ക് ഒരുപാട് അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഇരിക്കുന്ന ഡീലക്സ് ആണ്, അല്ലെങ്കിൽ ഡീലക്സ് എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ്. മറ്റേ സാധാരണ വേരിയൻറ്റും ഉണ്ട്. ആ വേരിയൻറ്റ് വരുമ്പോഴത്തേനും നമുക്ക് ലൈറ്റ്, നമ്മുടെ മീറ്റർ, അത് രണ്ടും വ്യത്യാസമായിരിക്കും. ബാക്കിയെല്ലാം പഴയ പോലെ. ഹെഡ്ലൈറ്റ് തുടങ്ങുമ്പോഴത്തേന് ഈ മോഡലേ വരുന്നത് നമുക്ക് LED ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മറ്റേ മോഡലാണ്, അതായത് സ്റ്റാൻഡേർഡ് ക്ലാസിക് അങ്ങനെയുള്ള മോഡലാണെങ്കിൽ അതിന് വരുന്നത് ഹാലജൻ ബൾബാണ്. ഇതിന് LED ബൾബ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മറ്റേ ആദ്യത്തെ ഡിയെ കാണുന്ന പോലെ ഒരു പാർക്കിംഗ് ലൈറ്റ് പോലെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ മൊത്തം മാറ്റിയിട്ടുണ്ട്. ആ ഹെഡ്ലൈറ്റിന് തന്നെ രണ്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും ഹാലജൻ ബൾബാണ് വന്നിരിക്കുന്നത്. അതിന് അപ്ഡേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഹാലജൻ ബൾബ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിത്തെ ടെയിലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ടെയിൽ ലൈറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ടെയിൽ ലൈറ്റ് നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ബാക്കിൽ നമുക്ക് LED കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, LED ലൈറ്റോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ബാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഹാലജൻ ബൾബാണ്. ബ്രേക്ക് ലൈറ്റ് ആകട്ടെ, ഇൻഡിക്കേറ്റേഴ്സ് ആകട്ടെ, ഹാലജൻ ബൾബാണ്. ഇനി നമുക്ക് എൻ്റെ ഇരിക്കുന്ന ഇപ്പോൾ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ബ്ലാക്ക് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതായത് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്, നല്ല ക്വാളിറ്റി കളറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഇതിന് വന്നേക്കുന്ന ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇവിടെ ഡിയോ ഡീലക്സ് അല്ലെ DX എന്നൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ മോട്ടോർ സ്കൂട്ടർ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ നമ്മൾ പല ഡിയോയിലും നമുക്കത് കാണാതെ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിയോ DX എന്ന് പറയുന്ന സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീറ്റിനെ കുറിച്ച് സിംഗിൾ സീറ്റാണ് വന്നിരിക്കുന്നത്. നല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പില്ലിനായിട്ട് നല്ല സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പില്ലിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഡിയോയിൽ വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ ഗ്രാബ് റെയിൽ ഇങ്ങനെ വന്നു. ഇതിൽ ഒരൊറ്റ ഗ്രാബ് റെയിലാണ്. അത് 2 പീസ് ആയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ് കേട്ടോ. പിടിച്ചിരിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു 2 പീസ് ഗ്രാബ് റെയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എൻജിൻ സൈഡ് നോക്കുമ്പോഴത്തേന് നമുക്ക് ആദ്യത്തെ ഡിയോയിൽ കാണുന്ന പോലെ എൻജിൻ കാര്യങ്ങളൊന്നുമല്ല, എൻജിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ എൻജിനാണ് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ബൈക്കൊക്കെ ഓണാക്കുന്ന പോലത്തെ ഒരു ഒച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാമെന്ന് അറിയത്തില്ല. ഞാൻ ഒന്ന് ഓണാക്കി കാണിക്കാം. കണ്ടോ, അങ്ങനെ ഒരു ഒച്ചയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫ്യൂൽ ഇഞ്ചക്ഷൻ അതിൻ്റെ ഒരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ സസ്പെൻഷന് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ സ്പ്രിംഗ് ലോഡ് സസ്പെൻഷൻ പഴയ പോലെ തന്നെ ബാക്കി വന്നിരിക്കുന്നത്. ഫ്രണ്ടിലാണ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് നമ്മുടെ ബൈക്കിനെ കാണുന്ന പോലെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, അടിപൊളി സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ്. ബ്രേക്കിങ് പോരാ, എനിക്കത്ര പറയാനുള്ളൂ ഗൈസ്, പോരാ. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഡിയോയിൽ കാണുന്ന പോലത്തെ തന്നെ കോംബി ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ ബ്രേക്കിംഗ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ബൈക്കിലാകട്ടെ ഫ്രണ്ടിലാകട്ടെ കോംബി ബ്രേക്കിംഗ് അങ്ങനെ ഒരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വരുന്നത് 130 mm ഡ്രം ബ്രേക്കും, ബാക്കി വരുന്നത് 130 mm ഡ്രം ബ്രേക്കും തന്നെയാണ്. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ സൈസ് പറയുന്നത് 90 ടയറാണ്. ഫ്രണ്ടിൽ 90 mm ടയറാണ് ഫ്രണ്ടിൽ വരുന്ന ടയർ സൈസ്. ബാക്കി വരുന്ന ടയർ സൈസും 90 തന്നെയാണ് വരുന്നത്. ഈ ഒരു പച്ച കളർ കണ്ടോ, നമ്മുടെ ഈ DX അല്ലെ ഡീലക്സ് എന്ന് പറയുന്ന മോഡൽ മാത്രമേ ഈ ഒരു പച്ച കളർ അലോയേ വരുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഈ റിമ്മേ വരുള്ളൂ. മറ്റേ മോഡൽ ഡിയോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റേ വേർഷൻ എടുക്കുകയാണെങ്കിൽ അതിന് ബ്ലാക്ക് അങ്ങനെ ഒരു കളറാണ് വരുന്നത്. സ്റ്റോറേജിനെ കുറിച്ച് പറയുമ്പം നമ്മുടെ പഴയ ഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണിത് ഈ ഒരു കവർ. അവിടെ നമുക്ക് നമ്മുടെ ഫോൺ വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം. ഇനി സീറ്റിനിടയിലെ സ്റ്റോറേജിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ പഴയ ഡിയോ വരുന്ന പോലെ തന്നെ സീറ്റ് സ്വിച്ച് ഞെക്കുമ്പത്തേന് സീറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നല്ല ഒരു ഗ്യാപ്പ് അല്ല നല്ലൊരു ഇടയുള്ളൊരു സ്റ്റോറേജാണ് നമുക്ക് കിട്ടും. ഈ സീറ്റിൻ്റെ അവിടെ തന്നെ താക്കോല് കിടന്നിട്ട് മുകളിലോട്ട് ഞെക്കുമ്പോഴത്തേന് ഫ്യൂവലിൻ്റെ ഒരു അടുപ്പ് ഓപ്പൺ ആയി വരും. അതും നല്ലൊരു അപ്ഡേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫ്യൂവലിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ല ടാങ്കിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ അടപ്പിലൂടെ അല്ലെങ്കിൽ ആ അടപ്പ് തുറന്ന് നമുക്ക് പെട്രോൾ അടിക്കാൻ കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ടുണ്ട്. കാരണം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് പിടിച്ച് അമർത്തുന്നത് അത് ലോക്കായി തീരും, അല്ല ലോക്കും ആയിക്കോളും. ഇനി മൈലേജിനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 45 അടുത്ത് നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിയോയ്ക്ക്, പുതിയ മോഡൽ ഡിയോയ്ക്ക് കിട്ടുന്നുണ്ട്. എന്നാലും ഫ്യൂൽ ഇഞ്ചക്ഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇനിയും മൈലേജ് അപ്ഡേറ്റഡ് ആകാം. ഇനിയിപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ബാക്കിലത്തെ
മൾക്കാട്. അത് നമ്മുടെ പഴയ ഡിയോയിൽ നിന്ന് വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ വണ്ടിയുടെ ഷേപ്പ് തന്നെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. വണ്ടി കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങിയോ ചെറുതായ പോലൊരു ഫീലാണ് തോന്നുന്നത്. അപ്പോൾ വണ്ടിയിൽ നമുക്ക് പഴയ ഡിയോയിലിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെറിയതായിട്ട് പോയ പോലെ തോന്നുന്നു. വണ്ടി ഇച്ചിരി കുഞ്ഞായി പോയ പോലെ, അതായത് ഹാൻഡിലിൻ്റെ ഈ ഒരു ഭാഗമായിട്ട് ചെറുതായി പോയ പോലെ ഒരു തോന്നിയിട്ടുണ്ട്. ഇരിക്കുന്ന പൊസിഷൻ ഇച്ചിരി പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി വണ്ടിയിൽ നിന്ന് മേലോട്ട് ഉയർന്നാണ് ഇരിക്കുന്നത്. ഇച്ചിരി നമ്മുടെ കാല് വെക്കാനൊക്കെ ആണെങ്കിൽ ഗ്യാപ്പൊക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ട്. നമുക്ക് റൈഡിങ് കംഫോർട്ട് ലഭിക്കാൻ വേണ്ടി ആയിരിക്കണം അങ്ങനെ കൂട്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നമുക്ക് കംഫോർട്ടായിട്ടിരിക്കാൻ പറ്റിയ എന്താ പറയുക പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതായത് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ഡിയോ ഓടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ ഈ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ വണ്ടികൾ നമ്മൾ ഒത്തിരി പവറും കാര്യങ്ങളൊന്നും എടുത്ത് ഓടിക്കേണ്ട ഒരു വണ്ടിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 70 കിലോമീറ്റർ മേളിൽ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ നിന്ന് കാര്യമായ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങാം. കാരണം അതുമല്ല, നമ്മൾ അതിൻ്റെ ബ്രേക്കിംഗ് ഇതുവരെ അപ്ഡേറ്റഡ് ആയിട്ടില്ല. പുതിയ മോഡൽ 2020 വരുമ്പോഴത്തേനും നമുക്ക് ഡിസ്ക് ബ്രേക്കൊക്കെ അവൈലബിൾ ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പക്ഷേ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു 70 മണ്ടിലോട്ട് കയറിയാൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റം അല്ല നമുക്ക് ഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അല്ല, നമ്മൾ ഇരിക്കുന്നതൊക്കെ പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കംഫോർട്ട് വരുന്ന പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്ലാറ്റ്ഫോമാണ് നമുക്ക് വൈഡായിട്ടുള്ള പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ മിറേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പുറകിൽ നല്ല വ്യൂ കിട്ടുന്ന തരത്തിലുള്ള മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. വലിയ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. നല്ല ഒരു എന്താ പറയുക വ്യൂ ഉള്ള ഒരു മിററാണ്. വണ്ടിക്ക് സസ്പെൻഷൻ ആയിരുന്നു, അതായത് BS4 നമുക്ക് സസ്പെൻഷൻ ആയിരുന്നു ഒരു ചെറിയ പണിയായിട്ടിരുന്നത്. അത് ഏതായാലും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വന്നതോടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപാട് ഇഷ്ടപ്പെടുന്നതും അവരെടുക്കുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ BS6 ഡിയോയുടെ അപ്ഡേഷൻ എല്ലാവർക്കും വളരെയധികം നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അപ്ഡേഷനായിട്ടാണ് എനിക്ക് തോന്നി. നല്ല പക്ക, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ലുക്കോട് കൂടിയാണ് നമുക്ക് BS6 ആയപ്പോഴത്തേക്കും നമ്മുടെ ഡിയോ ഇറക്കി തന്നിരിക്കുന്നത്. എന്താ പറയുക, അത്രയ്ക്ക് മനോഹരമായൊരു ലുക്കാണ് ഏറ്റവും വണ്ടിയുടെ മെയിനായിട്ട് നിൽക്കുന്നത്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആകുമ്പോൾ നമുക്ക് ഇനിയും മൈലേജ് കൂടാനൊക്കെ സാധ്യതയുണ്ട്. നമ്മുടെ ഡിയോയുടെ പവറും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഡിയോയ്ക്ക് 8 bhp പവറും 9 Nm ടോർക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിൽ കാണാം ഒരു എക്കോണമി ലൈറ്റൊക്കെ കാണാം. അത് ഞാൻ പറഞ്ഞപ്പോൾ മിസ്സായിപ്പോയതാണ്. 3 ലെയറായിട്ടൊരു എക്കോണമി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ആ ഒരു റേഞ്ചിൽ പോകുമ്പോൾ മൈലേജും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് അല്ലെ കിട്ടുന്നതിന് വേണ്ടിയൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു എക്കോണമി കൊടുത്തിരിക്കുന്നു. നമുക്ക് നമ്മുടെ വണ്ടിയുടെ മീറ്ററിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് സൈഡാക്കാം. വണ്ടി നമുക്ക് നമ്മുടെ വണ്ടിയിൽ സാധനങ്ങൾ തൂക്കിയിട്ട് ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊളുത്തുള്ള ഹുക്ക് ഇതിൻ്റെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചാർജർ പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പുതിയ അപ്ഡേഷനിലും വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മറ്റേ മോഡൽ, അതായത് നമ്മുടെ ഈ ഡീലക്സ് അല്ലാതെ മറ്റേ മോഡലിലോട്ട് വരുമ്പോഴത്തേന് അനലോഗും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്കിതിൽ ഡിജിറ്റലായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സമയം കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം തന്നെയാണ്. സമയം കൊടുത്തിട്ടുണ്ട്. ഫ്യൂവലിന് ഇവിടെ ഈ സൈഡിലായിട്ട് കൊടുത്തേക്കുന്നു. പിന്നെ ഇവിടെ സ്പീഡോമീറ്റർ, പിന്നെ ട്രിപ്പ് 1 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി ഇനിയും പെട്രോൾ എന്തേലും ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടുന്നുള്ള ഒരു റേഞ്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു, അതായത് നമ്മുടെ ഈ സ്കൂട്ടർ സെഗ്മെൻറ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ട്രിപ്പ് നമുക്ക് നോക്കാം. പിന്നെ ടോട്ടൽ വണ്ടി എത്ര കിലോമീറ്റർ ഓടി, ഒറ്റ ട്രിപ്പേ ഉള്ളൂ. വണ്ടി ടോട്ടൽ എന്തേലും ഓടി നമുക്ക് കാണാൻ പറ്റും. ഇനി സ്വിച്ചും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സ്വിച്ചിന് നല്ല രീതിയിലുള്ള അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡിമ്മം ബ്രൈറ്റ് ഒരു സ്വിച്ച്, അതിൻ്റെ കൂടെ തന്നെ അവത്തെ തന്നെ എന്ന് വേണേൽ പറയാം, അവത്തെ തന്നെ നമുക്ക് പാസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇൻഡിക്കേറ്റർ താഴെ ഓണ്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേന് നമുക്കിവിടെ എഞ്ചിൻ ഓൺ ഓഫ് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ സ്വിച്ച് നമ്മുടെ ബൈക്കിനൊക്കെ വരുന്ന എഞ്ചിൻ സ്വിച്ച് അവത്തെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടെന്ന് പോലെ ഒരു സെൽഫ് അടിക്കുന്ന ഒച്ചയോ കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ പോലും ഇല്ല. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ ഇന്നത്തെ ഡിയോ കൂട്ടുകാരൻ്റെ കൂടെയുള്ള വീഡിയോ നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. സീ യു സൂൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.